ഇന്ത്യയും പാകിസ്ഥാനും ഒരേ തലത്തിൽ അളക്കപ്പെടേണ്ടവരല്ല എന്ന സന്ദേശം നൽകുകയാണ് ഈ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും ഇപ്പോൾ ഒരേ ഗണത്തിലാണ് പെടുത്തുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യവും വൈവിധ്യവും ഉയർത്തിപ്പിടിക്കുക കൂടിയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇന്ത്യ മുൻകാലങ്ങളിലും ഇതുപോലെ പ്രതിനിധി സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. മോദി സർക്കാർ ഇത്രകാലം ഈ സമീപനം സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത് അപൂർവ വിഷയമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും ജോൺ ബ്രിട്ടാസ് Q18 പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് അടക്കം സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ഇന്ന് ജപ്പാനിലേക്ക് പുറപ്പെടും. ഇപ്പോൾ ഈ സന്ദർശനം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഭീകരവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ആ വിഷയം ഞങ്ങൾ ലോക സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നു, ഇതാണോ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം? ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം ഇതൊരു പബ്ലിക് ഔട്ട്റീച്ച് ഡിപ്ലോമസിയാണ്. ഇതൊരു പുതുമയുള്ള കാര്യമല്ല. ഇന്ത്യയിൽ പണ്ടും നടന്നിട്ടുള്ളതാണ്. 2008 മുംബൈയിലെ തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതുപോലുള്ള പ്രതിനിധി സംഘത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി വലിയൊരു സംഘത്തെയും കൊണ്ട് ജനീവയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ പുരികം മുകളിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഇതുപോലുള്ളൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഇങ്ങനെയൊരു എന്താ പറയാ സർവകക്ഷി പ്രതിനിധി സംഘത്തെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെയൊക്കെ നെറ്റി ചുളിഞ്ഞു. ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കാവോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വിവിധ വിദേശ രാഷ്ട്രങ്ങൾ എടുക്കുക. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവർ തുടർച്ചയായിട്ട് ബൈപാർട്ടിസൺ എന്ന് വെച്ചാൽ വിവിധ കക്ഷികളെ, അവിടെ 2 പാർട്ടികളാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും. ആ 2 പാർട്ടികളിലെ പ്രതികൾ ഉൾപ്പെടുന്ന കോൺഗ്രഷണൽ ടീംസിനെ ഓരോ വർഷത്തിൽ മിക്കവാറും അയച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക്. ഇങ്ങനെയൊരു ഡിപ്ലോമസി എപ്പോഴും എല്ലാ രാജ്യങ്ങളും അവലംബിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഒരു തരത്തിൽ അളക്കപ്പെടേണ്ടതല്ല എന്നുള്ള സന്ദേശം തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിനിധി സംഘത്തിന്റെ ഘടനയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്.